Hello dear students, welcome to 4th lecture of Financial Statement of Companies. In this lecture, we are going to discuss the preparation regarding the profit and loss account of companies. How to prepare the profit and loss account of companies. Okay, before that, what is just refreshing the concept of what is a company. A company is like a natural legal entity formed by association or group of people work together towards achieving the common objective. The term is known as the companies. A company with the perpetual succession, there is a common seal and there is a capital comprise a transfer of shares and carrying of the limited liability. All the essential characteristics of this company. And we're discussing the preparation of the profit and loss account of company. How to prepare the profit and loss account of companies. Okay. And before that, what is the statement of profit and loss? എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ്? ഒരു കമ്പനിയെ സംബന്ധിച്ച് ഫൈനൽ അക്കൗണ്ട്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ആണ് ദ പ്രിപ്പറേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. What is the statement of profit and loss of company? It's also representing the SOPL, that is a statement of profit and loss of company. Statement of profit and loss. This profit and loss, that means it's like a summarized income earned and expenses incurred by enterprises during a given period. That means it's a relationship between the income and expenditure. The profit and loss account is always showing the relationship between the income and the expenditure. The summarized income earned and expenses incurred by enterprises during a given period. It is aggregate income earned exceed the expenses incurred, the difference is called net profit. Suppose the income is earned exceed the expenses, the term is known as the net profit. If the aggregate income earned exceed the expenses incurred, the difference is called the net profit. That's the net profit. And if however the income failed to cover the expenses, it is said to be a loss. That means it's like a net loss. നമുക്കറിയാം പ്രോഫിറ്റ് ഇൻകം കൂടുകയും എക്സ്പെൻസ് കുറഞ്ഞിരിക്കുകയും ചെയ്ത് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് സംഭവിക്കും. എക്സ്പെൻസസ് കൂടുകയും ഇൻകം കുറഞ്ഞിരിക്കുകയും ചെയ്ത് നമുക്ക് ലോസ് നെറ്റ് ലോസ് സംഭവിക്കും. ദാറ്റ് ഇസ് നോർമൽ ലോജിക് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇനി ഒരു കമ്പനീനെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണത്, എങ്ങനെയാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകണം. ലെറ്റ് ഡിസ്കസ് എ സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനി അക്കൗണ്ട്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു സെപ്പറേറ്റ് ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ആ ഫോർമാറ്റ് വെച്ചുകൊണ്ടാണ് നമുക്ക് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരിക. അപ്പൊ ഇങ്ങനെയാണ് ഒരു സാധാരണഗതിയിൽ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പറേഷനിലേക്ക് വരുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ ഫോർമാറ്റ്. This is a format. There is the numbers, there is a particulars, there is note, there is a current year figures and previous year figures. ഇത്രയും കോളംസ് ആണ് വരാം. ഫസ്റ്റ് കോളം നമ്മൾ അതിന്റെ നമ്പേഴ്സ് എഴുതും. രണ്ടാമത്തെ കോളത്തിൽ എന്താണ് പർട്ടിക്കുലേഴ്സ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മൂന്നാമത്തെ കോളം അതിലെ നോട്ടുകൾ ആവശ്യം നോട്ട് നമ്പേഴ്സ് കോട്ട് ചെയ്യാം. മൂന്നാമത്തെ കോളം കറണ്ട് ഇയറിന്റെ ഫിഗേഴ്സ് എഴുതാനും, നാലാമത്തെ കോളം കറണ്ട് ഇയറിന്റെ ഫിഗേഴ്സും, അഞ്ചാമത്തെ കോളം പ്രീവിയസ് ഇയറിന്റെ ഫിഗേഴ്സ് എഴുതാനും നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രോബ്ലം ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഒരു ഒറ്റ വർഷത്തെ ഫിഗേഴ്സ് മാത്രമല്ല, കറണ്ട് ഇയർ ഫിഗേഴ്സ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. കറണ്ട് ഇയേഴ്സിന്റെ ഫിഗേഴ്സ് മാത്രം നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരാം. പക്ഷെ നോർമൽ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കറണ്ട് ഇയേഴ്സ് ഫിഗേഴ്സും പ്രീവിയസ് ഇയർ ഫിഗേഴ്സും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കലാണ്. റവന്യൂ, നമുക്ക് റവന്യൂസ് എന്തൊക്കെ വന്നിട്ടുണ്ട്, ഒരു കമ്പനിയെ സംബന്ധിച്ച് എന്തെല്ലാമാണ് റവന്യൂസ്, ആ റവന്യൂസ് മുഴുവൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് ആവശ്യമാണെങ്കിൽ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട് നമ്പേഴ്സ് ഇട്ട് കോട്ട് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് റവന്യൂസ് വരുന്നുണ്ട്. അപ്പൊ റവന്യൂസ് നിങ്ങൾ സെപ്പറേറ്റ് കണ്ടുകൊണ്ട് മീൻസ് താഴെ നിങ്ങൾക്ക് കൂട്ടി എഴുതാൻ പറ്റും. അപ്പൊ നോട്ട് ആവശ്യമാണെങ്കിൽ നോട്ട് നമ്പേഴ്സ് ഇവിടെ കോട്ട് ചെയ്യുക. അപ്പൊ നോട്ട് നമ്പേഴ്സിന്റെ ഏത് നോട്ടിലാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോട്ട് നമ്പർ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കോട്ട് ചെയ്യാം. അപ്പൊ റവന്യൂ ഫ്രോം ഓപ്പറേഷൻ കണ്ടുപിടിക്കേണ്ടത് അത് കറന്റ് ഇയറിന്റെ ഫിഗറും പ്രീവിയസിന്റെ ഫിഗറും നമ്മൾ എഴുതാം. അതിന് അതർ ഇൻകംസ്, നമുക്ക് കിട്ടുന്ന ഇൻകം ഏതൊക്കെയാണ് അതർ ഇൻകംസ്, റവന്യൂ ഇൻകം തന്നെയാണ്. അതുപോലെ അതർ ഇൻകംസ് ഉണ്ടെങ്കിൽ അതർ ഇൻകംസ് ഐഡന്റിഫൈ ചെയ്യുക. നോട്ട് നമ്പർ ആവശ്യമാണെങ്കിൽ കോട്ട് ചെയ്യുക. കറന്റ് ഇയർ ഫിഗേഴ്സ് ചെയ്താൽ പ്രീവിയസ് ഫിഗേഴ്സ് ചെയ്താൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻകം ആയിട്ട് വരാം. അതിന് ടോട്ടൽ റവന്യൂ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് 1ഉം 2ഉം കൂടി റവന്യൂ ഫ്രം ഓപ്പറേഷൻ മാത്രം ഇൻകം കൂടി കൂട്ടണതായിരിക്കും നമ്മുടെ ടോട്ടൽ റവന്യൂ. അത് അവിടെ നമുക്ക് നോട്ട്സ് ആവശ്യം വരില്ല. ദെൻ ഫിഗേഴ്സ് കറന്റ് ഇയറിന്റെ എഴുതുന്നു, പ്രീവിയസ് ഇയറിന്റെ എഴുതുന്നു.
അപ്പോൾ അങ്ങനെ ആദ്യം നമ്മൾ ചെയ്യേണ്ട റവന്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻകംസ്, ഒരു കമ്പനിയെ സംബന്ധിച്ച് എന്തെല്ലാം ഇൻകംസ് ഉണ്ടോ ആ ടോട്ടൽ ഇൻകം ആണ് നമ്മൾ കണ്ടുപിടിക്കുക. അതിനെ പറയുന്ന പേരാണ് ടോട്ടൽ റവന്യൂ. ഓക്കെ, ഇനി അതിനുശേഷം എക്സ്പെൻസ്, ഒരു കമ്പനിയെ സംബന്ധിച്ച് എന്തെല്ലാം എക്സ്പെൻസ് വരും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ നോർമലി വരുന്ന എക്സ്പെൻസുകളാണ്, വൺ ഈസ് എ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂം, മെറ്റീരിയൽസ് വാങ്ങിക്കാൻ ആവശ്യമായിരുന്ന കോസ്റ്റ്, അത് കറണ്ട് ഇയറിന് പ്രീവിയസ് ഇയറിന് ചെയ്യാം. നോട്ടുകളെല്ലാം ആവശ്യമാണെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. നോട്ട് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, എല്ലാത്തിലും നോട്ട് ഉണ്ടായിരിക്കും. നോട്ട് ആവശ്യമാണെങ്കിൽ പ്രിപ്പയർ ചെയ്ത് നോട്ട് നമ്പേഴ്സ് ഇവിടെ എഴുതാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ നമുക്ക് ചെയ്യേണ്ട പർച്ചേസ് ഓഫ് സ്റ്റോക്ക്. പർച്ചേസ് വരുന്നത് നമുക്ക് എക്സ്പെൻസസ് ആണ്. പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് നമ്മുടെ എക്സ്പെൻസ് ആണ്. അത് കറണ്ട് ഇയർ റെക്കോർഡ് ചെയ്യുന്നു, പ്രീവിയസ് ഇയറിന് റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ അതുപോലെ ഇൻവെന്ററിയുടെ ചേഞ്ചസ്, ഫിനിഷ്ഡ് വർക്ക് ഇൻ പ്രോഗ്രസ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഇതെല്ലാം നമുക്ക് വരുന്ന എക്സ്പെൻസുകളാണ്. ചേഞ്ചസ് ഇൻ ഇൻവെന്ററി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഇങ്ങനെ നമുക്ക് ഇൻവെന്ററിയുടെ ഭാഗമായിട്ട് വരുന്ന എൻറ്റയർ എലമെന്റ്സുകൾ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ നമുക്കത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് എന്താണ് എക്സ്പെൻസുകളാണ്. അപ്പോൾ നമ്മൾ കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും കണ്ടുപിടിക്കാം. then എംപ്ലോയീസ് ബെനിഫിറ്റ്, നമുക്കറിയാം സാധാരണ എംപ്ലോയിക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കൊടുക്കും, വേജസ് കൊടുക്കും, സാലറീസ് കൊടുക്കും. അപ്പം എങ്ങനെ എന്തെല്ലാം എക്സ്പെൻസ് വേജസും കാര്യങ്ങളാണ് എംപ്ലോയിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, അതിന് നമ്മൾ കറണ്ട് ഇയറിന്റെ ഫിഗേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ പ്രീവിയസ് ഇയറിന്റെ ഫിഗേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ദെൻ ഫിനാൻഷ്യൽ കോസ്റ്റ്, നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകംസ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസുകളുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ കോസ്റ്റ് ആണ് പറയുക. ആ ഫിനാൻഷ്യൽ കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ രണ്ട് കറണ്ട് ഇയറിന് പ്രീവിയസിന്റെയും പിന്നെ ഡെപ്രീസിയേഷനും അമൗണ്ടൈസേഷൻ ഓഫ് എക്സ്പെൻസിൽ നിന്ന് കണ്ടുപിടിക്കാം. അതർ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഇതെല്ലാമാണ് നമ്മൾ ടോട്ടൽ വരുന്ന എക്സ്പെൻസ്. ഈ എക്സ്പെൻസുകളെല്ലാം കൂടി കൂട്ടുന്നതായിരിക്കും നമ്മൾ ടോട്ടൽ എക്സ്പെൻസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് കാണാൻ സാധിക്കും. കറണ്ട് ഇയറിന്റെ പ്രീവിയസിന് ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ്. ഇൻകംസ് ഐഡന്റിഫൈ ചെയ്യുന്നു, എക്സ്പെൻസ് ഐഡന്റിഫൈ ചെയ്യുന്നു. നമ്മൾ ആദ്യം കണ്ട ടോട്ടൽ ഇൻകംസ്, അതായത് ടോട്ടൽ റവന്യൂ ഐഡന്റിഫൈ ചെയ്യുന്നു, ദെൻ ടോട്ടൽ എക്സ്പെൻസ് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇനി നമുക്കറിയാം പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ എക്സ്ട്രോർഡിനറി ഐറ്റം. ദാറ്റ് മീൻസ് നമുക്കറിയാം നമ്മൾ ഇൻകംസ് കണ്ടുപിടിച്ചു, എക്സ്പെൻസും കണ്ടുപിടിച്ചു. ഇൻകം മൈനസ് എക്സ്പെൻസ്, ദാറ്റ് മീൻസ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻസ്. ദാറ്റ് മീൻസ് 3 - 4, 3 ഈസ് ദ ടോട്ടൽ റവന്യൂ ആൻഡ് 4 ഈസ് എക്സ്പെൻസസ്. അതിനെ പറയുന്ന പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്ന് പറയും. അവിടെ നമുക്ക് ലാഭം കിട്ടിയത് എക്സെപ്ഷണൽ പ്രോഫിറ്റും എക്സ്ട്രാ ഓർഡിനറി ഐറ്റം, ബിഫോർ ദ എക്സെപ്ഷൻ ഐറ്റംസും ബിഫോർ ദ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസും ഉള്ള ലാഭത്തെയാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. 3 - 4 ടോട്ടൽ റവന്യൂ ടോട്ടൽ എക്സ്പെൻസ് കുറച്ച് നമുക്ക് അത് ലഭിക്കും. ഇത് കണ്ടിന്യൂഷൻ തന്നെയാണ്. ഈ ടേബിൾ കണ്ടിന്യൂ ചെയ്യാണ് സ്പേസിൽ, അതുകൊണ്ട് അടുത്ത സ്ലൈഡിൽ പറയുന്നുള്ളൂ. ഇത് കണ്ടിന്യൂഷൻ തന്നെയാണ് ഞാൻ പറയണത്. ഓക്കെ, ഇത് കണ്ടിന്യൂഷൻ. അപ്പോൾ അത് നമുക്ക് അതിനുശേഷം നമ്മൾ എക്സെപ്ഷൻ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. എക്സെപ്ഷൻ ഐറ്റംസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ്. എക്സെപ്ഷൻ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാം. എക്സെപ്ഷൻ ഐറ്റംസ്, ദാറ്റ് മീൻ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത എക്സെപ്ഷൻ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യണം. എക്സെപ്ഷൻ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സെപ്ഷൻ ഐറ്റംസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രോർഡിനറി ഐറ്റം. ദാറ്റ് മീൻസ് 5 - 6 ഈ പ്രോഫിറ്റിൽ നിന്ന് ഈ എക്സെപ്ഷൻ ഐറ്റംസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്. നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് കിട്ടി. അതിനുശേഷം എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് നിങ്ങൾ ഐഡന്റിഫൈ, അതിൽ നിന്ന് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ദാറ്റ് മീൻസ് ഈ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് കുറച്ച് ഈ പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ദാറ്റ് മീൻസ് 7 - 8 ഈ പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റത്തിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഓക്കെ, അതിനുശേഷം ടാക്സ് നമുക്കറിയാം. നോർമലി കമ്പനിക്ക് ടാക്സ് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ടാക്സ് എക്സ്പെൻസസ് കറന്റ് ടാക്സ് ഉണ്ടായിരിക്കും, ഡിഫേർഡ് ടാക്സ് ഉണ്ടായിരിക്കും. എന്തൊക്കെ ടാക്സ് എക്സ്പെൻസ് വരുന്നുണ്ട്, കറന്റ് ടാക്സ് ഉണ്ടോ, ഡിഫേർഡ് ടാക്സ് ഉണ്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. കറന്റ് ഇയറും പ്രീവിയസ് ഇയറും ഞാൻ എടുത്ത് പറഞ്ഞില്ല. കറന്റ് ഇയർ ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ഉണ്ടായിരിക്കും. കറന്റ് ഇയറും പ്രീവിയസ് ഇയറും. അപ്പോൾ ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സ് നമ്മളവിടെ ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ പീരീഡ് ഓഫ് കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. ആ കണ്ടിന്യൂ ഓപ്പറേഷൻ പറഞ്ഞാൽ സെയിം ഫിഗർ തന്നെ വരാം. പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് ഓഫ് കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതേ സെയിം ഫിഗർ തന്നെയാണ്. ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ് ബിഫോർ ടാക്സ് തന്നെയാണ് ഇവിടെയും കോട്ട് ചെയ്യുക. പ്രോഫിറ്റ് ഫോർ ദ കണ്ടിന്യൂ ഓപ്പറേഷൻ. ദെൻ പ്രോഫിറ്റ് ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. പ്രോഫിറ്റ് ഡിസ്കണ്ടിന്യൂവിന്റെ ഭാഗമായിട്ട് ഓപ്പറേഷനിലെ പ്രോഫിറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ടാക്സ് എക്സ്പെൻസ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് എക്സ്പെൻസസ് ഓഫ് ദ ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻസും ഇട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനുശേഷം പ്രോഫിറ്റ് ഫ്രം ദ ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻ ആഫ്റ്റർ ടാക്സ് കിട്ടും. ദാറ്റ് മീൻസ് ഈ 11 - 12 - 13 ചെയ്ത് 12 മൈനസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫ്രം ദ ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻ നിന്ന് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്.
അപ്പോൾ നമുക്ക് ടാക്സ് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ലോസ് ഫോർ ദ പീരീഡ്, ദാറ്റ് മീൻസ് യു ആർ ദ 11 means you are the profit loss for the continuing operations, plus you are the profit loss for the discontinuing operations. ഈ രണ്ട് ഓപ്പറേഷൻ കൂട്ടുന്നതായിരിക്കും പ്രോഫിറ്റ് ലോസ് ഫോർ ദ പീരീഡ്. അപ്പോൾ രണ്ട് പ്രോഫിറ്റ് കൂടി കൂട്ടുന്നു, ദാറ്റ് മീൻസ് യു ആർ ദ 11 minus 14. 11 means the profit and loss for the period of continuing operations plus profit and loss from the discontinuing operation after tax. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പറയുന്ന ഫൈനൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പറഞ്ഞ എലമെന്റ്. മീൻസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഫിഗേഴ്സ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, മൈനസ് ഫിഗേഴ്സ് ആണ് വരുന്നത് നമുക്ക് ലോസ് അവിടെ ലഭിക്കുകയാണ്. അപ്പോൾ ഇതൊരു നോർമൽ ഫോർമാറ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പക്ഷെ ഒരിക്കലും പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആവശ്യമില്ല. പ്രോബ്ലം ചെയ്യാൻ വളരെ കുറച്ച് ഐറ്റംസ്, ഏതാണ്ട് ഇവിടം വരെ മാത്രം നമുക്ക് ചെയ്യാൻ ആവശ്യമുള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഏതാണ്ട് പ്രോഫിറ്റ് മാത്രം ഐഡന്റിഫൈ, പിന്നെ ടാക്സ് കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകത മാത്രമേ വരുന്നുള്ളൂ. എക്സെപ്ഷൻ ഐറ്റംസ്, എക്സ്ട്രോർഡിനറി ഐറ്റംസ് അവിടെ കാണാനായിട്ട് സാധിക്കില്ല. ഇനി നിങ്ങൾക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഏണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാം. ഏണിംഗ് പെർ ഷെയർ എന്ന് നമുക്കറിയാം ഒരു ലാസ്റ്റ് പ്രോഫിറ്റ്, അതായത് എല്ലാവർക്കും പ്രോഫിറ്റ് മീൻസ് ടാക്സും കൊടുത്തതിന് ശേഷം നമുക്ക് വരുന്ന ലാസ്റ്റ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഷെയർസിന് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഏണിംഗ് പെർ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുക. അത് ബേസിക്സ് ഉണ്ടായിരിക്കും, ഡയലൂറ്റഡ് ഉണ്ടായിരിക്കും. ഇത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കറണ്ട് ഇയർ ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ ഫിഗേഴ്സ് ആൻഡ് ദീസ് ആർ ദ പ്രീവിയസ് ഇയർ ഫിഗേഴ്സ്. അപ്പോൾ ഇതാണ് ഒരു നോർമൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമേഷനിൽ ആവശ്യമായിട്ട് വരുന്ന എലമെന്റ്സ്. ഇതെല്ലാം പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ മുഴുവൻ വരില്ല. ഏതാണ്ട് ഇവിടം വരെയൊക്കെ നമുക്ക് നോർമലി ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. അതിനുശേഷം ടാക്സ് മാത്രം ഉണ്ടെങ്കിൽ കുറയ്ക്കേണ്ടതായിട്ട് വരുള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. ഇത്ര നോർമൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് പ്രോബ്ലത്തിൽ എഴുതേണ്ടതായിട്ട് വരില്ല. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ ആദ്യം റവന്യൂ ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. റവന്യൂ ടോട്ടൽ റവന്യൂ, റവന്യൂ ഫ്രം ഓപ്പറേഷനും അതർ ഇൻകംസും കൂടി കൂട്ടുന്നതാണ് ടോട്ടൽ റവന്യൂ. എക്സ്പെൻസുകളെ കുറയ്ക്കുക, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, പർച്ചേസസ്, ചേഞ്ച് ഇൻ ഇൻവെന്ററീസ്, എംപ്ലോയ് ബെനിഫിറ്റ്, ഫിനാൻഷ്യൽ കോസ്റ്റ്, ഡിപ്രീസിയേഷൻ, അമൗർട്ടൈസേഷൻസ് ആൻഡ് അതർ എക്സ്പെൻസ്. ഇതെല്ലാം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് ടോട്ടൽ എക്സ്പെൻസ്. ആ ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷൻ ആൻഡ് എക്സ്ട്രാordinary ഐറ്റംസ്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്പേഴ്സിൽ എഴുതും, പർട്ടിക്കുലേഴ്സ് എഴുതും, നോട്ട് നമ്പേഴ്സ് എഴുതും, ആവശ്യമാണെങ്കിൽ ഫിഗേഴ്സ് കറണ്ട് ഇയർ എഴുതും, ഫിഗേഴ്സ് പ്രീവിയസ് ഇയേഴ്സ്. പ്രോബ്ലം ചെയ്യുമ്പോൾ കറണ്ട് ഇയർ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ശ്രദ്ധിക്കുക, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ഇയേഴ്സ് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷൻ ആൻഡ് എക്സ്ട്രാordinary ഐറ്റംസ് കിട്ടി. അതിന്റെ എക്സെപ്ഷൻ ഐറ്റംസ് കുറയ്ക്കുക, പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാordinary ഐറ്റംസ് കിട്ടി. then എക്സ്ട്രാordinary ഐറ്റംസ് കുറയ്ക്കുക, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. അതിന് ടാക്സ് എക്സ്പെൻസ് ഐഡന്റിഫൈ ചെയ്യുക. പ്രോഫിറ്റ് ലോസ് ഫോർ ദ പീരീഡ് ഓഫ് കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. നോർമലി ഇത് തന്നെയായിരിക്കും, ഈ ഫിഗർ തന്നെ ഇവിടെ എഴുതുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. And after that, profit loss from the discontinued operations in identify, then tax expense of the discontinued operations, then profit loss from the discontinued operation. That means you are the 12 minus 13. 12 minus 13 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് profit loss discontinued operation കിട്ടി. Then profit loss for the period, that means you are the 11. This is your 11 figure plus you are the 14. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം EPS കാൽക്കുലേറ്റ് ചെയ്യുന്നു. EPS കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ ബേസിക്സും ഡയലൂറ്റും വേണമെങ്കിൽ ചെയ്യാം. ഇതാണ് നോർമലായിട്ടൊരു ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പറയുന്ന ഫോർമാറ്റ്. ഈ ഫോർമാറ്റിലാണ് നമ്മൾ സാധാരണഗതിയിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. പക്ഷെ ഒരിക്കലും ഈ നമുക്ക് ഇവിടെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് കോളത്തിന്റെ പ്രിപ്പറേഷൻ ആവശ്യമായിട്ട് വരും. നമ്മൾ എപ്പോഴും കറണ്ട് ഇയേഴ്സ് മാത്രമേ ഇവിടെ ബേസ് ചെയ്യുള്ളൂ. മാത്രമല്ല ഏതാണ്ട് ഇവിടെ വെച്ചതൊക്കെ നമ്മുടെ പ്രോബ്ലംസ് അവസാനിക്കും. ഇതൊന്നും നമുക്ക് ഇവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്നില്ല. പക്ഷെ ഇത്ര ഒരു ഫോർമാറ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഫോർമാറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി ഇവിടെ വരുന്ന ഓരോ ഐറ്റംസിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് എലമെന്റ് ഇസ് എ റവന്യൂ ഫ്രം ഓപ്പറേഷൻ. എന്താണ് റവന്യൂ? ഒരു കമ്പനീനെ സംബന്ധിച്ച് എന്താണ് റവന്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. റവന്യൂ മീൻസ് ഇറ്റ്സ് ഇൻക്ലൂഡ് സെയിൽസ് ഓഫ് പ്രൊഡക്റ്റ്. സെയിൽസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനി സെയിൽസ് നിന്ന് കിട്ടുന്ന എലമെന്റ്, അതാണ് നമ്മൾ ശരിക്കുള്ള റവന്യൂ. സെയിൽസ്, സർവീസ്, അതർ ഓപ്പറേറ്റിംഗ് റവന്യൂസ്, അതൊക്കെയാണ് നമുക്ക് റവന്യൂ ആയിട്ട് വരാം. ഇവിടെ എക്സൈസ് ഡ്യൂട്ടീസ് ഡിഡക്റ്റഡ് ഫ്രം റവന്യൂ. പല സിറ്റുവേഷനും എക്സൈസ് ഡ്യൂട്ടീസ് വരാം. എക്സൈസ് ഡ്യൂട്ടീസ് ഉണ്ടെങ്കിൽ അത് റവന്യൂയിൽ നിന്ന് കുറയ്ക്കണം എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. റവന്യൂ എന്ന് പറഞ്ഞാൽ നോർമലി സെയിൽസ് പ്രൊഡക്റ്റും സെയിൽസ് പ്രൊസീഡ്സ് ആണ്. സെയിൽസ് നിന്ന് കിട്ടുന്ന എലമെന്റ് എന്തോ അതൊക്കെ നമ്മുടെ റവന്യൂസ് ആണ്. ഓപ്പറേറ്റർ റവന്യൂസ് ഒക്കെ നമ്മുടെ റവന്യൂസ് ആയിട്ട് വരും. ശ്രദ്ധിക്കേണ്ട, എക്സൈസ് ഡ്യൂട്ടീസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? റവന്യൂയിൽ നിന്ന് കുറച്ച് എഴുതാനായിട്ട് ശ്രമിക്കണം. Then second one, if the figures of gross profit is given, നമുക്ക് ചില സിറ്റുവേഷൻ ഗ്രോസ് പ്രോഫിറ്റ് തരും.
Gross profit is given in the trail balance should be treated as revenue from operations. Gross profit തന്നു കഴിഞ്ഞാൽ നമ്മൾ അത് assume ചെയ്യുക revenue from operation ആയിട്ടാണ് assume ചെയ്യുക. It's one of the important elements. Suppose the gross profit is given, it should be assumed as the revenue from operation. And third element, in respect of finance companies ഉണ്ടെങ്കിൽ revenue from operation shall include interest and other financial revenue. ഇനി ഫിനാൻസ് കമ്പനീസ് ആണെങ്കിൽ അവരുടെ revenue from operations include interest and other financial services. ഇൻട്രസ്റ്റും അതർ ഫിനാൻസ് സർവീസുകളൊക്കെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ്റെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഇൻ റെസ്പെക്ട് ഓഫ് ഫിനാൻസ് കമ്പനി റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഷാൽ ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ആൻഡ് അതർ ഫിനാൻഷ്യൽ സർവീസസ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എലമെന്റുകളല്ല ഇവിടെ റവന്യൂ ആയിട്ട് അവർക്ക് ട്രീറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഫിനാൻസ് കമ്പനികൾക്ക് മാത്രമുള്ള പ്രൊവിഷനാണ്. ഇൻ കേസ് ഓഫ് ഫിനാൻസ് കമ്പനീസ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഷാൽ ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ആൻഡ് അതർ ഫിനാൻഷ്യൽ സർവീസസ് റവന്യൂസ്. അവർക്ക് ഫിനാൻസ് കമ്പനീസിന് മാത്രം ഇൻട്രസ്റ്റ് ഇൻകംസ് ഒക്കെ ഇവിടെ കാണിക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഓക്കെ, അതാണ് റവന്യൂവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ഡിഡക്ട് ചെയ്യണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ആൻഡ് അതർ ഇൻകംസ്, എന്തൊക്കെയാണ് അതർ ഇൻകംസ്? നമുക്കറിയാം ഫോമാറ്റ് നോക്കി ആദ്യം റവന്യൂ ആണ്, പിന്നെ അതർ ഇൻകംസ് ആണ്. അതർ ഇൻകംസ് മീൻസ് അതർ ഇൻകംസ് ഇൻക്ലൂഡ് ദ വൺ ഈസ് യുവർ ഇൻട്രസ്റ്റ് ഇൻകം. ഇൻട്രസ്റ്റിന്റെ ഭാഗത്ത് ഇൻട്രസ്റ്റ് ഇൻകംസ് ഉണ്ടായിരിക്കും. അത് ഇൻ കേസ് എ കമ്പനി അതർ ദാൻ ഫിനാൻസ് കമ്പനി. ഫിനാൻസ് കമ്പനിയുടെ ഇൻട്രസ്റ്റ് ഇൻകംസ് ഒക്കെ ഇവിടെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ബാക്കി ഫിനാൻസ് കമ്പനീസ് അല്ലാണ്ട് വരുന്ന കമ്പനീസുകളുടെ ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് അതർ ഇൻകത്തിലാണ് കൊടുക്കുക. ഫിനാൻസ് കമ്പനിയിൽ ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ റവന്യൂവിൽ കാണിക്കും. ആൻഡ് ഫിനാൻസ് കമ്പനി അതർ ദാൻ ഫിനാൻസ് കമ്പനി ആണെങ്കിൽ ഇവിടെയാണ് ട്രീറ്റ് ചെയ്യുക. ദെൻ ഡിവിഡൻഡ് ഇൻകംസ് ഉണ്ടെങ്കിൽ ദെൻ നെറ്റ് ഗെയിൻ ലോസ് ഓഫ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. സാധാരണ ഗെയിൻ ഈസ് ആഡഡ് ലോസ് ഈസ് ഡിഡക്റ്റഡ്. അപ്പോൾ സെയിൽ പറഞ്ഞ ഓട്ടോമാറ്റിക്കലി നമ്മളെ സംബന്ധിച്ച് ഇവിടെ ആഡ് ചെയ്യേണ്ട ആയിട്ടാണ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ദെൻ അതർ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഉണ്ടെങ്കിൽ നെറ്റ് എക്സ്പെൻസ് ഡയറക്ട്ലി ആട്രിബ്യൂട്ട് ടു ദ ഇൻകം, ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഇങ്ങനെ നമുക്ക് അവിടെ എടുക്കാണ്ട് വന്നിട്ടുള്ള ബാക്കി എന്ത് ഇൻകംസ് നമുക്ക് എവിടെ കാണിക്കാൻ സാധിക്കും, അതർ ഇൻകത്തിൽ കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതർ ഇൻകംസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഇൻകംസ് ഉണ്ടെങ്കിൽ, അതായത് അതർ ദാൻ ഫിനാൻസ് കമ്പനി ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകംസ് ഇവിടെയാണ് കൊടുക്കുക. ഡിവിഡൻഡ് ഇൻകംസ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അതർ ഓപ്പറേറ്റിംഗ് ഇൻകംസ്, ഇതൊക്കെ നമുക്ക് അതർ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ അതർ ഇൻകം എന്ന് പറയുമ്പോൾ ഇത്രയാണ് എഴുതാം. ഇനി നമ്മൾ ഫോമാറ്റ് നോക്കി കഴിഞ്ഞാൽ അടുത്ത പേര് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ നോർമൽ റൂൾ ഉണ്ടല്ലോ, എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കും. ഇതാണ് ഇപ്പോൾ ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ നമ്മുടെ എക്സ്പെൻസ് ആണ്. നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയലിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരിക്കാം, പെർച്ചേസ് ഉണ്ടായിരിക്കാം, ക്ലോസിംഗ് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് നമ്മുടെ ഫോളോ ചെയ്യുന്ന ഫോർമുല. അപ്പോൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ചെയ്യുമ്പോൾ ഈ ഒരു നോർമൽ കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻസ് വരുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് ആണ്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലും പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ചെയ്യുക. This is third one, cost of material. And fourth one is purchase of stock in trade. നമുക്ക് പലപ്പോഴും വരുന്നല്ല പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസുകളെല്ലാം നമ്മൾ എപ്പോഴും സെപ്പറേറ്റ് ഷോ ആണ്. പർച്ചേസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. ദെൻ ശ്രദ്ധിക്കുന്ന പർച്ചേസിന്റെ കൂടെ ചില സിറ്റുവേഷനിൽ അതിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും പറയും. പർച്ചേസിന്റെ ഭാഗമായിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ ഗീവൻ മാച്ച് അവിടെ ആ സിറ്റുവേഷനിൽ for giving effect of matching principle, adjust in respect of change in inventory is required to be made. For this purpose, change in value stock is calculated. ഇനി ചില സിറ്റുവേഷനിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും പർച്ചേസിനെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാം, പർച്ചേസിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ആ രീതിയിൽ ചെയ്യാനുള്ള പ്രൊവിഷൻ നിങ്ങൾക്ക് ഉണ്ട്. ഇനി അല്ലെങ്കിൽ അത് ഇൻവെന്ററിയിൽ കാണിക്കാം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസിന്റെ കൂടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ അത് ഇൻവെന്ററിയുടെ ഭാഗമായിട്ട് കാണിക്കാം. ആ രണ്ടും നമ്മൾ ചെയ്യാറ് ചില ബുക്സുകൾ രണ്ട് രീതിയിലും കാണാൻ സാധിക്കും. ആ പർച്ചേസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ സെപ്പറേറ്റ് എഴുതാം, ദെൻ ഇൻവെന്ററീസ് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് പർച്ചേസിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. ഇനി പർച്ചേസിന്റെ കൂടെ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. If the closing stock is more than opening stock, നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയിരുന്നു കഴിഞ്ഞാൽ റിസൾട്ട് ഈസ് നെഗറ്റീവ് ആയിരിക്കും. കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ്സിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് ഫിഗർ ആണ് വരാം. ഷോ ദ നെഗറ്റീവ് അഡ്ജസ്റ്റ്മെന്റ് ഡിഡക്ഷൻ ഫ്രം ദ കോസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ നമുക്കറിയാം അവിടെ നെഗറ്റീവ് ബാലൻസിന്റെ പോസിബിലിറ്റി കൂടുതലാണ്. ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ലെസ് ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക്, ദ ഇഫക്ട് ഈസ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇഫക്ട് പോസിറ്റീവ് ആയിരിക്കും. കാരണം അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പ്ലസ് ഫിഗർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ആൻഡ് ഷോൺ ആസ് അഡ്ജസ്റ്റ്മെന്റ് അഡീഷൻ. അപ്പോൾ നമുക്ക് അവിടെ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് പ്ലസ് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുതലായി കഴിഞ്ഞാൽ പ്ലസ് ഫിഗറും ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലായി കഴിഞ്ഞാൽ മൈനസ് ഫിഗറാണ് നമുക്ക് വരാം. അപ്പം അങ്ങനെ വരുന്ന എമൗണ്ട് നമുക്ക് പർച്ചേസിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇൻവെന്ററിയിൽ കാണിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് പർച്ചേസ് നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ പർച്ചേസിൻ്റെ കൂടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അത് ഫ്രീഡം നമുക്ക് പറഞ്ഞു, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ആ രീതിയിൽ ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ പർച്ചേസ് മാത്രം അവിടെ ചെയ്യുക, ആ സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചേഞ്ച് സ്റ്റോക്ക് അടുത്തേക്ക് കാണിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻവെന്ററിയിൽ കാണിക്കാം. അപ്പോൾ അടുത്തിലാണ് പറഞ്ഞത് ചേഞ്ച് ഇൻ ഇൻവെന്ററീസ് ഓഫ് ഫിനിഷ്ഡ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഇവിടെ നമുക്കറിയാം സെയിം റൂൾ തന്നെയാണ്, ഇവിടെ വരുന്ന അതേ റൂളുകൾ തന്നെയാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലാണെങ്കിൽ നമുക്കറിയാം മൈനസ് ഫിഗർ വരും, ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് കൂടുതലെങ്കിൽ അതിന്റെ പ്ലസ് ഫിഗർ വരും. അതാണ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വാല്യൂസ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയിരുന്ന് നമുക്ക് കിട്ടിയിരുന്ന ഫിഗർ മൈനസ് ഫിഗറിൽ വരും. ക്ലോസിംഗ് സ്റ്റോക്ക് കുറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അത് കിട്ടുന്ന ഫിഗർ നമുക്ക് പോസിറ്റീവ് ഫിഗറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ചേഞ്ച് ഇൻ ഇൻവെന്ററീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും പർച്ചേസിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ കിട്ടുന്ന ചേഞ്ച് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ചേഞ്ച് നമ്മൾ ചേഞ്ച് ഇൻ ഇൻവെന്ററീസിൽ കാണിക്കാൻ ശ്രമിക്കുക. അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിക്കോട്ടെ, വർക്ക് ഇൻ പ്രോഗ്രസ് ആയിക്കോട്ടെ, ഏതുമായിക്കോട്ടെ നമുക്ക് ആ ചേഞ്ച് ഇവിടെ കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ 4th and 5th ശ്രദ്ധിക്കേണ്ട കാര്യം. പർച്ചേസും ചേഞ്ച് ഇൻ ഇൻവെന്ററീസും ഫിനിഷ്ഡ് ഗുഡ്സും പ്രോഗ്രസ് വർക്ക് ഇൻ പ്രോഗ്രസും ഇതൊക്കെ നമുക്ക് എക്സ്പെൻസ് സൈഡിൽ വരുന്ന ഐറ്റംസ് ആണ് 4 and 5th. ആൻഡ് 6th വൺ നമുക്കറിയാം എംപ്ലോയിയുടെ ബെനിഫിറ്റ്സ് ആണ്. നോക്കിയിനി കാണാൻ സാധിക്കും. ആ സ്റ്റേറ്റ്മെന്റ്സ് പ്രകാരം നമ്മൾ എക്സ്പെൻസുകളിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പറഞ്ഞു, പെർച്ചേസ് പറഞ്ഞു, ചേഞ്ച് ഇൻ ഇൻവെന്ററീസിനെ കുറിച്ച് പറഞ്ഞു. then എംപ്ലോയീസ് ബെനിഫിറ്റ്. എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളാണ്. നമുക്കറിയാം സാലറീസ്, കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട്, ദെൻ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ, എന്തെല്ലാം നിങ്ങൾ എംപ്ലോയീസിനെ കൊടുക്കുന്നുണ്ടോ അതാണ് ഇവിടെ എംപ്ലോയി ബെനിഫിറ്റ്സ്. പേയ്മെന്റ് ടു റിട്ടയർമെന്റ്, മെഡിക്കൽ കെയർസ്, എക്സ്പെൻസ് ഓഫ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം, എംപ്ലോയീസ് പർച്ചേസസ് പ്ലാൻ, ദ സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസസ്, ടെർമിനേഷൻ ബെനിഫിറ്റ്, എന്തെല്ലാം ബെനിഫിറ്റ്സ് എംപ്ലോയീസിനെ കൊടുക്കുന്നോ അതെല്ലാം നമുക്ക് എന്താണ് എംപ്ലോയി ബെനിഫിറ്റ്സിൽ കാണിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ 6th വൺ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് ബെനിഫിറ്റ് ആണ്. എംപ്ലോയിക്ക് നിങ്ങൾ എന്തെല്ലാം കൊടുക്കുന്നു അത് നിങ്ങളുടെ എക്സ്പെൻസുകളാണ്. ആ എംപ്ലോയി ബെനിഫിറ്റ്സുകൾ മുഴുവൻ അവിടെ എഴുതുന്നു. സാലറി, കോൺട്രിബ്യൂഷൻ, സോഷ്യൽ സെക്യൂരിറ്റി, പേയ്മെന്റ് ഓൺ റിട്ടയർമെന്റ്, മെഡിക്കൽ കെയർസ്, എക്സ്പെൻസ് ഓഫ് ദ ESOP, സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ, സ്റ്റോക്ക് പർച്ചേസ് പ്ലാൻ, സ്റ്റാഫ് വെൽഫെയർ പ്ലാൻ, ടെർമിനേഷൻ ബെനിഫിറ്റ്സ്, ഇതെല്ലാം നമുക്ക് എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്. ആൻഡ് 7th വൺ ഫിനാൻഷ്യൽ കോസ്റ്റ്. നമുക്കറിയാം ഇൻട്രസ്റ്റുമായി റിലേറ്റ് ചെയ്യുന്ന എക്സ്പെൻസുകളെയാണ് ഫിനാൻഷ്യൽ കോസ്റ്റ് പറയാം. ഇറ്റ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്, അതർ ബോറോയിങ് കോസ്റ്റ് ആൻഡ് അപ്ലിക്കബിൾ നെറ്റ് ഗെയിൻ, നെറ്റ് ലോസ്, ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ്. ഇപ്പം ഇതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം കോസ്റ്റ് വരുന്നത്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന കോസ്റ്റുകൾ, ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്, അതർ ബോറോയിങ് കോസ്റ്റ് ആൻഡ് അപ്ലിക്കബിൾ നെറ്റ് ഗെയിൻ, ലോസ് ആൻഡ് ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ, ഇതെല്ലാം നമ്മുടെ ഫിനാൻഷ്യൽ കോസ്റ്റുകളാണ്. അപ്പോൾ ഫിനാൻഷ്യൽ കോസ്റ്റ് നമുക്കറിയാം എക്സ്പെൻസിന്റെ ഭാഗമായിട്ട് വരണം. നമുക്ക് ഇതിനൊക്കെ കാണാൻ സാധിക്കും, ഇവിടെ ഫിനാൻഷ്യൽ കോസ്റ്റുകൾ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡിപ്രീസിയേഷൻസ്. നമുക്ക് ഡിപ്രീസിയേഷൻ നോർമൽ ഫിക്സഡ് അസറ്റുകളെല്ലാം ഡിപ്രീസിയേഷൻ വരും, ഇൻടാഞ്ചിബിൾ അസറ്റുകൾ അമൗർട്ടൈസേഷൻസ് ആണ് വരിക. But depreciation is decreasing the value of fixed assets. It provides the plant and machinery, buildings and etc. Fixed assets എന്തൊക്കെയുണ്ടോ അതിന് വരുന്നതാണ് depreciation. Amortization, writing of intangible expense like a patent, trademarks, copyright, software license or useful time. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ് റൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയാം അമൗർട്ടൈസേഷൻ ആണ്. ഡിക്രീസിങ് ദ വാല്യൂ ഓഫ് ദ ഫിക്സഡ് അസറ്റ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്നാണ് പറയാം. അപ്പോൾ അതിൻ്റെ നമ്മുടെ എക്സ്പെൻസ് ആണ് നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കണം. ദെൻ അതർ എക്സ്പെൻസസ് ഇനി ഇതല്ലാണ്ട് ഒരുപാട് എക്സ്പെൻസുകൾ വരാം. അതിൽ അതർ എക്സ്പെൻസിൽ ട്രീറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് കൺസ്യൂമബിൾ സ്റ്റോർ, സ്പെയർ പാർട്സ്, പവർ, ഫ്യൂവൽ, റെന്റ്, റിപ്പയർ, ഇൻഷുറൻസ്, ടാക്സ്, പേയ്മെന്റ് ടു ഓഡിറ്റേഴ്സ്, പേയ്മെന്റ് ടു ദ കമ്പനി മാറ്റേഴ്സ്, അതർ സർവീസ് പ്രൊവിഷൻസ്, എക്സ്പെൻഡിച്ചർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഓഡിറ്റേഴ്സ് ഫീ, പൊളിറ്റിക്കൽ ഡൊണേഷൻസ്, പ്രിമിനറി എക്സ്പെൻസസ്, റിട്ടേൺ ഓഫ്, ഇങ്ങനെ ഇതല്ലാണ്ട് വരുന്ന എന്ത് എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതർ എക്സ്പെൻസിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ അതർ എക്സ്പെൻസുകളാണ്. അപ്പോൾ ഇവിടം വരെയുള്ള ഐറ്റംസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇവിടം വരെയുള്ള അതർ എക്സ്പെൻസ്. ഇനി എക്സ്പെൻസിലെ ടോട്ടൽ എക്സ്പെൻസുകളെല്ലാം കൂടുതൽ ടോട്ടലാണ് ടോട്ടൽ എക്സ്പെൻസസ്. അതിന് ഇൻകം ആൻഡ് എക്സ്പെൻസ്, പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷൻ, എക്സ്ട്രോർഡിനറി ഐറ്റംസ് വരുന്നു. അതിനുശേഷം എക്സെപ്ഷൻ ഐറ്റംസ് കുറയ്ക്കുന്നു, അപ്പോൾ എക്സ്ട്രോർഡിനറി ഐറ്റംസ് കിട്ടുന്നു. എക്സ്ട്രോർഡിനറി ഐറ്റംസ് കിട്ടുന്നു, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടുന്നു. ദെൻ ടാക്സ് എക്സ്പെൻസ് ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ലോസ് ഫ്രോം ദ കണ്ടിന്യൂങ് ഓപ്പറേഷൻ നമുക്ക് ലഭിക്കുന്നു. ദെൻ അതിനുശേഷം പ്രോഫിറ്റ് ലോസ് ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നു. ടാക്സ് എക്സ്പെൻസ് ഓഫ് ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫ്രോം ദ ഡിസ്കണ്ടിന്യൂങ് ഓപ്പറേഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് ആണ് EPS, ഏർണിംഗ് പെർ ഷെയർ.
നമുക്ക് എല്ലാ ടാക്സ് ലയബിലിറ്റീസ് എല്ലാം മീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആ ഫൈനൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ദിസ് എ പ്രോഫിറ്റ് അവൈലബിൾ ടു ദ അട്രിബ്യൂട്ട് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. കാരണം ഇതാണ് നമുക്ക് എല്ലാ ഇൻകംസും എക്സ്പെൻസസും കണ്ടുപിടിച്ച പ്രോഫിറ്റ് ലഭിച്ച ആ പ്രോഫിറ്റിന് നമുക്ക് ടാക്സ് അതെല്ലാം പോയി കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് എമൗണ്ട് ഉണ്ടായിരിക്കും. ആ റിമൈനിങ് എമൗണ്ട് ആണ് നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആണത്. ആ എമൗണ്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിംഗ്, എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന എലമെന്റാണ് EPS എന്ന് പറയുന്നത്. അപ്പോൾ EPS എന്ന് പറഞ്ഞ ഓർമ്മയിൽ വെക്കുക, നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന പ്രോഫിറ്റ്, ടാക്സ് കൊടുത്തതിന് ശേഷം കിട്ടുന്ന പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, എത്രത്തോളം ഇക്വിറ്റി ഷെയർസ് ആ കമ്പനിക്ക് ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിനെയാണ് EPS എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഏണിംഗ് പെർ ഷെയർ. ആ ഏണിംഗ് പെർ ഷെയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദാറ്റ്സ് എ 10th one is ഏണിംഗ് പെർ ഷെയർ. Okay, once again, this lecture is pure relating with how to prepare the profit and loss account of the company. Profit and loss account is like a statements regarding the income and expenditures, and income earned and expense incurred. And if the aggregate income earned exceed the expenses, the difference is called net profit. That's income is over the expenses, that's the profit. And suppose income is failed to cover your expense, that expenses over the income, the term is known as the loss. And this is a statement of profit and loss account. Then it's a format, the first numbers, particulars, note number, then current year and the previous year. ഇങ്ങനെയാണ് ഒരു ഫോമാറ്റ് വരിക. അപ്പോൾ നമ്മൾ ആദ്യം റവന്യൂസ് ഐഡന്റിഫൈ ചെയ്യുക, ദെൻ 2 വർഷം കറണ്ട് ഇയർ പ്രീവിയസ് നോട്ട്സുകൾ ആവശ്യമാണെങ്കിൽ മാത്രം പ്രിപ്പയർ ചെയ്യുക. പല സിറ്റുവേഷൻ ഒരുപാട് ഫിഗേഴ്സ് ഒരു നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത ടോട്ടൽ കണ്ടുവരും. അപ്പോഴാണ് നോട്ട് നമ്പേഴ്സ് ഇടേണ്ടത്. ദെൻ ആദ്യം റവന്യൂസ് കണ്ടുപിടിക്കുന്നു, ദെൻ അതർ ഇൻകംസ് കണ്ടുപിടിക്കുന്നു, ടോട്ടൽ റവന്യൂ ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ എക്സ്പെൻസസ് നിങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്ന കോസ്റ്റ്, ഫിനാൻഷ്യൽ, എംപ്ലോയ് ബെനിഫിറ്റ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഇതെല്ലാം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ ടോട്ടൽ എക്സ്പെൻസസ് അതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റിൽ ഐഡന്റിഫൈ ചെയ്യുന്ന എക്സെപ്ഷൻ ബിഫോർ എക്സെപ്ഷൻ ആൻഡ് എക്സ്ട്രോർഡിനറി ഐറ്റംസ് ഐറ്റംസ് കുറയ്ക്കുക, അപ്പോൾ എക്സ്ട്രോർഡിനറി ഐറ്റംസ് കിട്ടുന്നു. ദെൻ എക്സ്ട്രോർഡിനറി ഐറ്റംസ് കുറയ്ക്കുക, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടുന്നു, ടാക്സ് എക്സ്പെൻസുകൾ കണ്ടുപിടിക്കുന്നു. ദെൻ പ്രോഫിറ്റ് ബിഫോർ കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ കാണുന്നു. ദെൻ പ്രോഫിറ്റ് ലോസ് ഫ്രോം ദ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ ടാക്സ് എക്സ്പെൻസ് ഓഫ് ദ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നു. Then profit or loss of discontinued operations after tax. Then profit or loss for the period identify ചെയ്യുന്നു. അതിനുശേഷം EPS കാൽക്കുലേറ്റ് ചെയ്യും. ഇതാണ് നോർമൽ ആയിട്ട് വരുന്ന ഫോമാറ്റ്. പക്ഷേ ഇതിലെല്ലാ കാര്യങ്ങളും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമില്ല. നമുക്ക് ഏതാണ്ട് ഓൾമോസ്റ്റ് ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം അവസാനിക്കും. ഇവിടെ വരെയൊക്കെ നമുക്ക് മാക്സിമം പ്രോബ്ലം വരുള്ളൂ. ചെയ്യേണ്ടതായിട്ട് വലുത് കഴിഞ്ഞാൽ പ്രോബ്ലം അവസാനിക്കും. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എത്രത്തോളം കാര്യങ്ങൾ അതിൽ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരില്ല. പക്ഷേ ഇത് കമ്പനീസ് ആക്ടിൽ വരുന്ന ഫോമാറ്റ് ആണ്. ഈ ഫോമാറ്റ് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിനുശേഷം വാട്ട് ദ എക്സ്പ്ലനേറ്ററി നോട്ട്, റവന്യൂ, ദാറ്റ് മീൻസ് സെയിൽസ് പ്രൊസീഡ്സ് ആണ് റവന്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് തരുമ്പോൾ അത് നമ്മുടെ റവന്യൂ ആണ്. എക്സൈസ് ഡ്യൂട്ടീസ് ഉണ്ടെങ്കിൽ നമ്മൾ റവന്യൂ ഒന്ന് കുറയ്ക്കണം. ഇൻ റെസ്പെക്ട് ഫിനാൻസ് കമ്പനീസ് നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകംസ് ഒക്കെ ഇവിടെ കാണിക്കാനായിട്ട് സാധിക്കും. അതർ ഇൻകംസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഇൻകം ഇൻ കേസ് അതർ ദാൻ ഫിനാൻസ് കമ്പനി ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ അല്ലാത്ത കമ്പനീസിൽ ഇൻട്രസ്റ്റ് ഇൻകം ഇവിടെ ആയിരിക്കും. ഡിവിഡൻഡ് ഇൻകം, ഡിസ്കൗണ്ട് റിസീവ്ഡ്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആൻഡ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനെ കിട്ടുന്ന ഇൻകംസ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും, ഇൻകം സൈഡ് കാണിക്കും. ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. പർച്ചേസ് നമുക്ക് സെപ്പറേറ്റ്ലി കാണിക്കാം. അതിന്റെ കൂടെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചേഞ്ച് ഇൻ ഇൻവെന്ററീസിനും കാണിക്കാം. ഓക്കെ, അപ്പോൾ പർച്ചേസ് ഉണ്ടെങ്കിൽ അതോടെ കാണിക്കാം. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് പറയുക. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മൈനസ് ബാലൻസ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി നമുക്ക് കിട്ടുന്ന ഫിഗേഴ്സ് മൈനസിലായിരിക്കും. ക്ലോസിംഗ് സ്റ്റോക്ക് കുറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫിഗേഴ്സ് പോസിറ്റീവ് എലമെന്റ്സിലായിരിക്കും. അത് തന്നെയാണ് ചേഞ്ച് ഇൻവെന്ററീസ് ചെയ്യുക. ചേഞ്ച് എത്രത്തോളം വരുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കൂടുതലിരിക്കുന്നത് നെഗറ്റീവ് ബാലൻസും, ക്ലോസിംഗ് സ്റ്റോക്ക് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് ബാലൻസിലേക്കും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതിന് എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകൾ, മെഡിക്കൽ കെയർ, എന്തെല്ലാം ബെനിഫിറ്റ്സ് എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടോ അത് നമ്മുടെ എംപ്ലോയി ബെനിഫിറ്റ് ആണ്. ദെൻ ഫിനാൻഷ്യൽ കോസ്റ്റ് റിലേറ്റഡ് വിത്ത് ഇൻട്രസ്റ്റ് ഐറ്റംസ്, ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്, അതർ ബോറോയിങ് കോസ്റ്റ് applicable to net profit of the foreign currency transaction, all other financial costs. And depreciation, amortization, depreciation fixed assets, amortization relating with the intangible assets, and other expenses. The land with other expenses, stores, spare parts, power, fuel, repairs, insurance, expenditure of CSR, auditors fee, and എല്ലാ എക്സ്പെൻസ് നമ്മൾ കാണിക്കാത്ത എക്സ്പെൻസിലാണ്. ലാസ്റ്റ് വരുന്ന റൈറ്റ് ആണ് EPS. EPS പറഞ്ഞ ഏണിംഗ് പെർ ഷെയർ ആണ്. നമ്മൾ കണ്ടുപിടിക്കുന്ന നമുക്ക് ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള എമൗണ്ട്, ആ എമൗണ്ടിന്, ദാറ്റ് ഇസ് എമൗണ്ട് ഇസ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടണതാണ് അതിന്റെ EPS. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫോമാറ്റും അതിന്റെ എക്സ്പ്ലനറി നോട്ട്സ് ആണ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തത്. സോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് എലമെന്റ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കമ്പനീസ്.
is relating with the income and expenses. Suppose the income is over the expense known as a profit, and expense over the income is known as your the loss. And what are the adjustment regarding your the financial statement of companies as part of the profit and loss account? First you preparing the revenues, and after that you are the expenses, then is your the profit, and after that finding you are the EPS, that's earning per share, that means net profit available to the equity shareholders divided by the number of equity shares, the TB is known as your the EPS. Okay, anyway, thank you so much, and thank you for watching me.